ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ അടിപൊളി സ്ഥലത്തേക്ക് കൂടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാപ്രി എന്ന് പറഞ്ഞ ദ്വീപ് കാണാനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സൂപ്പർ സ്ഥലമാണ് കാപ്രി. ഇപ്പം ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പർ വ്യൂ ആണ് ഇവിടെ കാണാൻ. ഇത് പാലത്തിൻ്റെ താഴേക്കുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് നോക്കി, എന്തൊരു താഴ്ചയാണ്. ഒരു 10-60 മീറ്ററെങ്കിലും താഴ്ച കാണായിക്കോട്ടാ. എന്തൊരു താഴ്ചയാണ്. ഇതൊരു പഴയ ഒരു ബിൽഡിംഗ് ആണെന്നാ തോന്നുന്നത്, അല്ലെങ്കിൽ അവർ ഇപ്പോൾ പണിത് തുടങ്ങിയേക്കുന്നത്. എന്തായാലും സമ്മതിക്കണം ഇങ്ങനെ അവർ ചെയ്യുന്നതിന്. ഇനി ഞങ്ങൾക്ക് ദാ കാണുന്ന സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം താഴേക്ക് പോകാൻ. നേരത്തെ കണ്ട താഴ്ചയില്ലേ, അത്രയും താഴ്ചനെ ഇവിടെയുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകളൊക്കെ കരിങ്കല്ലുകൊണ്ടാണ് കെട്ടിയേക്കുന്നത്. എനിക്ക് തോന്നുന്നേ 2 കുന്നുകളുടെ ഇടയിലുള്ള സ്ഥലം ആ മലകൾക്ക് അല്ലെങ്കിൽ ആ കുന്നുകൾക്ക് ഒട്ടും തന്നെ കേടുപാടുണ്ടാവാതെ സൈഡിൽ നിന്ന് കെട്ടിപ്പൊക്കി നിലനിർത്തി അത്രയും ഭാഗം ഉപയോഗപ്പെടുത്തിയേക്കുന്നതാണെന്ന് തോന്നുന്നത്. എന്തായാലും കാണാൻ നല്ല രസമാണ്. ആ സ്റ്റെപ്പുകളൊക്കെ സൈഡിൽ നിന്ന് കമ്പിയൊക്കെ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്ത് കൂടെ ഇറങ്ങിപ്പോകാൻ. ഇപ്പോഴും അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല താഴ്ചയുണ്ട് കേട്ടോ ഇവിടെ. ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി നമ്മൾ താഴേക്ക് ചെല്ലുന്നത് റോഡിലേക്കാണ്. ഇതിലൂടെ മിനി ബസ്സും കാറും മറ്റു വണ്ടികളും പോകുന്നുണ്ട്. നമുക്ക് ബോട്ട് എടുക്കാൻ വേണ്ടി ബസ്സിനായാലും വരാം. പക്ഷേ ഞങ്ങൾ നടന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും കാണാമല്ലോ. ഒപ്പമുള്ളവരൊക്കെ ആദ്യം വിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിന്ന്. ഇനിയിപ്പോൾ പതിയെ സ്റ്റെപ്പ് ഇറങ്ങി നോക്കാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല നല്ല സ്റ്റെപ്പുകളാണ്. പിന്നെ ചില ഭാഗത്ത് വെള്ളം വീണിട്ടുണ്ട്, അപ്പോൾ അവിടെ തെന്നാതെ നോക്കണം. പക്ഷെ നമുക്ക് കമ്പിമ പിടിച്ച് പതുക്കെ ഇറങ്ങിയാലും മതി താഴേക്ക്. ഈ പോകുന്ന ആൾക്കാരൊക്കെ ഇതിനു മുന്നും ഇതിൽ കൂടെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു പേടിയില്ലാണ്ട് ചാടിയാണ് ഈ ആളൊക്കെ പോണത്. എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്തൊരു സിമ്പിളായിട്ടാണ് ഇയാൾ പോകുന്നത്. വലിയ കരിങ്കല്ലുകളാണ് കേട്ടോ ഈ സ്റ്റെപ്പുകൾ ഉണ്ടാക്കാൻ എടുത്തേക്കുന്നത്. ചില ഭാഗങ്ങളിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, തലേ ദിവസം മഴ പെയ്തിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ എന്ന് തോന്നുന്നു. ഈ വെള്ളമുള്ള ഭാഗങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം തെന്നാതെ. ബാക്കി എല്ലാ ഭാഗങ്ങളും കുഴപ്പമില്ലാണ്ട് ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണേ. ഇപ്പം മെയിൻ റോഡിലേക്ക് എത്തി. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തോ പണി നടക്കണ്ടെന്ന്. അവസാനത്തെ കുറച്ച് സ്റ്റെപ്പുകൾ സ്റ്റീലിൻ്റെ ഷീറ്റാണ് അവർ ഇട്ടേക്കുന്നത്. കണ്ടില്ലേ ഹൈറ്റ്, ഇത്രയും ഹൈറ്റിൽ നിന്നാണ് താഴേക്ക് ഇറങ്ങിപ്പോകുന്നത്. ഞാൻ എന്നെ സമ്മതിച്ചേ പറ്റൂ, അല്ലാതെ പിന്നെ. ഇവര് ഒരു തരി പോലും സ്ഥലം വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല കേട്ടാ. കാരണമില്ലേ, ഈ റോഡിൻ്റെ സൈഡിൽ ഒത്തിരി ഭാഗങ്ങളുള്ളത് അത് അവർ പേ ആൻഡ് പാർക്കിങ്ങും ഗ്യാരേജുകളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്.
നമ്മൾ ദൂരെ നിന്നൊക്കെയാണ് വന്നെ, വണ്ടി കൊണ്ടൊക്കെയാണ് വന്നേന്നുണ്ടെങ്കിലേ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ബോട്ടെടുത്ത് പോയാൽ മതി. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും ഇങ്ങനെയുള്ള പാർക്കിംഗ് സൗകര്യം. ഞങ്ങൾ ഇറങ്ങി വന്ന സ്റ്റെപ്പ് മാത്രമല്ല കേട്ടോ, ഈ കുന്നിൻ്റെ മറ്റു സൈഡിൽ നിന്നും സ്റ്റെപ്പുകളുണ്ട് താഴേക്ക് ഇറങ്ങി വരാൻ. ഇപ്പം ബസ്സിന് തന്നെ വരണമെന്നില്ല, ഇതേപോലെ പല വഴിയിൽ നിന്നും സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി വരുന്ന ആൾക്കാരുണ്ടെന്ന് കണ്ടില്ലേ. നോക്കിയേ എന്തൊരു ഹൈറ്റിൽ നിന്നാണ് സ്റ്റെപ്പുകൾ വന്നേന്ന് കണ്ട. ഞങ്ങൾ ഏകദേശം പോർട്ടിന് അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ഏകദേശം ഞങ്ങൾ പോർട്ടിന് അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ദാ കാണുന്നതാണ് കേട്ടോ പോർട്ട്. അവിടെ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് കാപ്രിയിലേക്കുള്ള ബോട്ട് എടുക്കാൻ. സോറേന്തോ എന്ന് പറഞ്ഞ സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ബീച്ചുകളും നമുക്ക് കാണാനുണ്ട്. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. ഇവിടെ സമ്മർ സീസണിലാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നത്. ബീച്ച് സൈഡ് ആയതുകൊണ്ട് നമ്മുടെ വിൻ്റർ സീസണിലൊക്കെ ഇല്ലേ ഭയങ്കര തണുപ്പും തണുത്ത കാറ്റായിരിക്കും. അതുകൊണ്ട് സമ്മർ സീസണിൽ ഇവിടെ എപ്പോഴും ആൾക്കാരായിക്കോളൂ. എല്ലാ ഹോട്ടലുകളും അല്ലെങ്കിൽ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റുകളാണെങ്കിലും റെസ്റ്റോറൻറ്റുകൾ എല്ലാം ഇപ്പോഴും ആൾക്കാർ കൊണ്ട് നിറഞ്ഞിരിക്കും ഇവിടെ. ഇതൊരു ഇടുങ്ങിയ വഴിയാണ് കേട്ടോ. ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൻ്റെ ടിക്കറ്റ് എടുക്കാം. ഇത് ഓരോ ബോട്ടുകാരുടെ പരസ്യങ്ങളാണ്. ഇത് ഞങ്ങളെ കാത്ത് എൻ്റെ കസിൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. അവന് ഇവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ചും നല്ല അറിവുണ്ട്. ഞങ്ങൾക്ക് കാപ്രിയിലേക്കുള്ള ബോട്ടിൻ്റെ ടിക്കറ്റ് എടുത്തു തരാനും ഇവിടുത്തെ കുറേ സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാനും ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയാണ് വന്നേക്കുന്നത്. ഞങ്ങൾ കാപ്രിക്ക് പോകാനും അവിടെ നിന്ന് തിരിച്ചു വരാനും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ടിക്കറ്റുമ്മ പോകാനും വരാനുള്ള സമയം എഴുതിയിട്ടുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും 2 റേറ്റാണ് ടിക്കറ്റിന്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമുക്ക് പോകാനുള്ള ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ അതിനകത്ത് കാണിച്ച സമയത്ത് തന്നെ തിരിച്ച് ബോട്ടിൽ അല്ലെങ്കിൽ ഷിപ്പിൽ കയറാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ 2ാമത് ടിക്കറ്റ് എടുക്കേണ്ടി വരും. പിന്നെ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ അവർ പറയും ഏത് നമ്പറിൽ നിന്നാണ് ബോട്ട് കാത്തിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ചെന്ന് ആ സമയമാകുമ്പോൾ ആ നമ്പറിൽ നിന്ന് ബോട്ടിലേക്ക് കയറിയാൽ മതി. നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നു കേട്ടാ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിലേ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ. നമുക്ക് കാപ്പിയിലെ കിടിലൻ വീഡിയോസ് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം നിങ്ങളുടെ എല്ലാവരും കട്ട സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ. പറ്റിക്കരുത്. ഇവിടെ ഒരു അഡാറ് വ്യൂ ആണ് കേട്ടോ. ഒരു സൈഡിൽ ബീച്ച്, ബോട്ടുകൾ, മല, റെസ്റ്റോറൻറ്റുകൾ, നല്ല രസമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെള്ളം നല്ല ഒട്ടും ഇങ്ങനെ നമ്മുടെ കടലിൽ നിന്ന് പറയുമ്പോൾ ഇത്തിരി കൂടി വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിലെ കടലല്ലേ. ഇത് നല്ല ശാന്തമായിട്ട് കിടക്കണ കടൽ, നല്ല രസമാണ് ഇവിടെ കാണാൻ. റെസ്റ്റോറൻറ്റുകളിലൊക്കെ നല്ല തിരക്കാണ് ഈ ടൂറിസ്റ്റ് സീസൺ ആയതുകൊണ്ട്. ബാക്കി വിശേഷങ്ങളെ അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ.